മന്ത്രി ശ്രീ AK ശശീന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു. ജനതാദളിന്റെ കാര്യത്തിൽ പാർട്ടിയിലെ തന്നെ സംസ്ഥാന നേതാക്കൾ പരാതി കൊടുത്തു. ILNLനെ സംബന്ധിച്ച് ഒരാക്ഷേപം ഇതിനു മുമ്പായി ഉയർന്നു. മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ PSC ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ? എന്തൊരു അപമാനകരമായ കാര്യമാണ്! ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് 8:21 നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. സർ, അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് ഇന്നലെ? 1. 2, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MLA കൂടിയായ CMV ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെ കോൺഗ്രസിന്റെ രീതിയാണ്, കോൺഗ്രസിന്റെ ശൈലിയാണ്, കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങൾക്കോ LDFനോ ഈ സർക്കാരിനോ ബാധകമായിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PSC അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങിയ വിഷയം പുറത്തായത് CPM പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാനുള്ള നീക്കത്തിനിടയിലോ? ഇടപാട് നടന്നെന്ന കാര്യം നിഷേധിക്കാനാവാത്ത വിധത്തിലാണ് തുടർ സംഭവങ്ങൾ ഉണ്ടായത്. എന്നാൽ തെളിവുകളൊന്നും പുറത്തു വരാത്തത് പാർട്ടിക്ക് അനുഗ്രഹമായി. ഇരുചെവി അറിയാതെ പരിഹരിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടെങ്കിലും കൂടുതൽ വിഷയമാക്കാതെ പരാതി ഒതുക്കുമ്പോഴും ബാക്കിയാവുന്ന ചോദ്യങ്ങൾ പലതാണ്. PSC അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ചത് ഒരു ഏരിയ കമ്മിറ്റി അംഗം ഒറ്റയ്ക്കോ? പാർട്ടിയിൽ പരാതി ഉയർന്നിട്ടും നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? പരാതി എങ്ങനെ പുറത്തായി? പാർട്ടിയിലെ വിഭാഗീയതയോ പരാതി പുറത്താവാൻ കാരണം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ CPMനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് PM നിയാസ്, രാഷ്ട്രീയ നിരീക്ഷകനും സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധിയുമായ പ്രൊഫസർ AG ജോർജ് എന്നിവർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ PM നിയാസ്, ഇതിലിപ്പോൾ CPMന്റെ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിയാണ്, പാർട്ടി അന്വേഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു. പിന്നെ മുഖ്യമന്ത്രി ഇത് നിയമസഭയിൽ പറഞ്ഞത് ഒറ്റ പരാതിയേ ഉള്ളൂ. അത് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വരുന്നത് കൊണ്ട് അതിന് തൊട്ട് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു. അത് സതീശൻ എന്തെങ്കിലും പറയേണ്ടേ നിയമസഭയിൽ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് നിയമസഭയിലെ മറുപടി. ഈ പ്രതിരോധത്തെ നിങ്ങൾ എങ്ങനെ ചെറുക്കും? എന്തായാലും ഒരു കാര്യം നടന്നിട്ടുണ്ട്, അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതി പിന്നീട് അതൊരു വിഷയമാക്കി തീരാതെ ഒതുക്കി തീർക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രതിരോധം തീർക്കുമ്പോൾ പരാതിയെ ഇല്ലെന്നേ പറയുകയുള്ളൂ. നോക്കൂ, ഇത് മുഖ്യമന്ത്രി ആരെയാണ് കബളിപ്പിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ആരോപണം ഉണ്ടാക്കിയത് കോഴിക്കോടാണ്. നിങ്ങൾ ഈ പ്രമോദ് കോട്ടുകളിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകന്റെ തൊട്ട അയൽവാസിയാണ്. അതേ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. SFIയുടെ പ്രവർത്തകനായി കടന്നു വന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിൽ മറ്റാരുമില്ലെങ്കിലും പ്രമോദ് കോട്ടൂളിയുടെ കാർമ്മികത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനാണ് ഒരു പരാതിയും മുഖ്യമന്ത്രിക്ക് അറിവിൽ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ റിയാസ് തനിക്കെതിരെ ഇങ്ങനെ PSCയുമായി ബന്ധപ്പെട്ട ഒരു കോഴ ആരോപണം, തന്നെ പേര് കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു,
അതിൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയിലെ ചില കോക്കസുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകുന്നു. സംസ്ഥാന സെക്രട്ടറി അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറിക്ക് ആ കത്ത് കൈമാറുന്നു. ജില്ലാ സെക്രട്ടറി അത് അന്വേഷിച്ചിട്ട് അതിൽ ഈ ഒരു കോഴ ആരോപണമുണ്ട്, പക്ഷെ അത് പ്രമോദാണ് ഉള്ളത്. അതിൽ മുഖ്യമന്ത്രിയുടെ മരുമകനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസ് അതിൽ പെടുന്നതുകൊണ്ട് അന്വേഷണം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റെടുക്കണമെന്നാണ് തിരിച്ചയക്കുന്നു. ഇതൊക്കെ അങ്ങാടി പാട്ടല്ലല്ലോ, പാർട്ടിക്കടയിൽ പാട്ടല്ലേ. ഞങ്ങൾ ആരെങ്കിലും അറിയുമോ നിങ്ങളെ പാർട്ടിക്കടയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ? ഞങ്ങൾ ആരെങ്കിലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടോ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടോ? CITയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. ആ ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയായ ഇദ്ദേഹത്തിന് ഒരാൾ ചോദിക്കുമ്പോഴേക്കും 22 ലക്ഷം രൂപ 60 ലക്ഷം കച്ചവടമാക്കുന്നു, അഡ്വാൻസായി 22 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയും? ഇപ്പൊ അങ്ങ് എത്ര കാലം മാധ്യമ പ്രവർത്തകനാണ്? അങ്ങ് വിചാരിച്ചാൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആരെങ്കിലും തരുമോ? 5 ലക്ഷം രൂപയെങ്കിലും ആരെ അഡ്വാൻസ് തരുമോ? അത് എന്തുകൊണ്ടാണ് തരുന്നത്? ആ തരുന്നത് ഉന്നത ബന്ധമാണ്. ഇപ്പോ ബാലുശ്ശേരി MLA കുറിച്ച് ഇദ്ദേഹത്തിന്റെ മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണെന്നാണ് പറയുന്നത്. ബാലുശ്ശേരി MLAയുടെ പേരും ബാലുശ്ശേരി MLA ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്, ഞാൻ ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മുഖ്യമന്ത്രി എത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും, എത്ര ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ പൊതച്ച് തന്നെ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാലും, ഇത് ജനങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ. കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവമില്ല. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ PSCയുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവുമില്ല, കോഴവുമില്ലെങ്കിൽ പിന്നെ എന്ത് കോക്കസിനെ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പറഞ്ഞത്? എന്ത് കോക്കസാണ് കോഴിക്കോട് CPMന്റെ കീഴിലുള്ളത്? ആ കോക്കസിന് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയവുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അതാരാ പറയുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച്, അപ്പോൾ മുഖ്യമന്ത്രിയുടെ വരുമാനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഇതൊന്നും മാറിയല്ല. ഞാൻ ഒറ്റ കാര്യം മനുഷ്യ ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് ഇവിടെ ചൂണ്ടി വായിക്കാനുണ്ട്. കോഴിക്കോട് KSRTCക്ക് വലിയ സമുച്ചയം ഉണ്ടാക്കി. ആ KSRTC സമുച്ചയത്തിൽ ഒരാൾക്ക് വാടക കൊടുക്കുന്നു. ആ വാടക കൊടുക്കുന്ന ആള് വർഷങ്ങളായി അത് ഏറ്റെടുത്ത് അവിടെ കച്ചവടം നടത്തി വരുന്നു. അവർ ഒരു നയാ പൈസ കൊടുക്കുന്നില്ല, ഏൽപ്പിച്ച കരാർ പ്രകാരമുള്ള പണം കൂടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് പണം കുറച്ചു കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ 2 തവണ യോഗം കൂടുന്നു. ഒന്ന്. രണ്ടാമത്തേത് കോഴിക്കോട് കെട്ടിട നിർമ്മാണ തട്ടിപ്പ്. ആ തട്ടിപ്പ് പിടിക്കപ്പെട്ടു, FIR ഇട്ടു, ഉന്നത നേതാക്കന്മാർ മുന്നോട്ട് വന്നു. അത് അന്വേഷണം ഇല്ലാതെയായി, കുറച്ചു പേർക്ക് പേരിൽ മാത്രം കേസെടുത്ത് ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ബിസിനസ്, ഇവിടെ നടക്കുന്ന ബിസിനസ് ഇടപാടുകൾ, കോഴിക്കോട്ടെ ഭൂമി ഇടപാടുകൾ, ഇതിലൊക്കെ ആരാണ് പങ്ക്? ആർക്കാണ് പങ്ക്? ആരുടെ പണമാണ് പോകുന്നത്? ഗവൺമെന്റിന്റെ പണം മറ്റ് പല ഭൂമി ഇടപാടുകൾക്കും കൊടുക്കുന്നു. ഇവിടെ സ്പീക്കറുടെ ഇതെല്ലാം അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ലേ? അതല്ലാതെ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ലാതെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് വെച്ചുകൊണ്ട് കോൺഗ്രസിന് ആരോപണം ഉന്നയിക്കുവാൻ കഴിയുമോ? അവിടെ കോഴിക്കോട് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ യൂത്ത് ലീഗ് നേതാവ് ശ്രീ ഫിറോസ് പറഞ്ഞത് അവിടെ ഒരു മിനി ക്യാബിനറ്റ് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് ഈ കോഴിക്കോട്ടിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മന്ത്രി റിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അത് പാർട്ടിയിൽ പറഞ്ഞ കാര്യം എന്ന രീതിയിലാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഈ കോക്കസിന്റെ കാര്യം. പിന്നെ ഇന്ന് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. PSC മെമ്പർ സ്ഥാനം 60 ലക്ഷത്തിന് വിൽക്കാൻ ശ്രമിച്ച കോഴിക്കോട്ടെ CPM നേതൃത്വം ആ വിഷയം പ്രമോദ് കോട്ടുള്ളിയിൽ മാത്രം ഒതുക്കാനാണോ ഭാവം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോഴിക്കോട്ട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം യാത്ര ചെയ്ത വാഹനത്തിന്റെ ചിത്രമാണ് ഇതിനോടൊപ്പമുള്ളത്. ഈ വാഹനം ആരുടേതാണ്? വെറുതെയല്ല റിയാസ് പറഞ്ഞ കോക്കസിനെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടിക്ക് ഭയം. ഇനിയും പൊട്ടാനുണ്ട് വരാനിരിക്കുന്ന വൻ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ. താങ്കളും ഏതാണ്ട് അതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇത് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഇക്കാര്യത്തിൽ ഉണ്ടോ? ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. കോറി മാഫിയയുമായി ബന്ധപ്പെട്ട് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന നമ്മുടെ എളമരം കരീമുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാലുശ്ശേരിയിലുള്ള IT പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവിടേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അത് വെളിച്ചത്ത് വന്ന് പുറത്തു വന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന കാര്യം ഒറ്റ സിമ്പിളായിട്ടുള്ള കാര്യം. ഇവിടെ PSC നിയമനം ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ മാജുഷേ? കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിചാരിച്ചാൽ ഒരു PSC നിയമനം നടക്കുമോ? PSC നിയമനം നടക്കണമെങ്കിൽ ആര് വിചാരിക്കണം? കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിക്കണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ അതിന്റെ മേലെ പരുന്തും പറക്കില്ല. അങ്ങനെയല്ലേ കേരളത്തിലെ പാർട്ടി? അപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ TP രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നല്ലോ. അതിനു മുമ്പ് എളമല കരീം കേരളത്തിൽ കോഴിക്കോട് നിന്ന് മന്ത്രിയായിരുന്നല്ലോ. അതുപോലെ TK ഹംസ കോഴിക്കോട് നിന്നും മന്ത്രിയായിരുന്നല്ലോ. ഇവരൊന്നും മന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെ ഉള്ള കച്ചവടങ്ങൾ അന്നൊന്നും നടന്നിട്ടില്ലല്ലോ. ഇന്ന് എന്തുകൊണ്ട് നടക്കുന്നു? അന്നും ഇന്നും തമ്മിൽ മന്ത്രിമാരുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, മന്ത്രിമാരുടെ നിറത്തിലും വസ്ത്രത്തിലും വ്യത്യാസമില്ല. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? വ്യത്യാസം മുഖ്യമന്ത്രിയുടെ മരുമാനാണെന്നുള്ള വ്യത്യാസം മാത്രമാണ്. എന്താണ് കോഴിക്കോട് മാത്രം കൂടുതൽ നടക്കുന്നത്? കോഴിക്കോട് ഒരു ഉന്നത നേതാവ് അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ നേരത്തെ KSRTC പറഞ്ഞത്, അങ്ങ് KSRTC ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. ഇതേ റിയാസിനെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ്. ഞങ്ങൾ സമരം നടത്തിയതാണ്. ഞങ്ങളിതിരെ തെളിവ് സഹിതം കോടതിയിൽ പോയതാണ്. തെളിവ് സഹിതം ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയതാണ്. അന്നും ഇതിന് പിന്നിൽ ആരാണുള്ളത്? ഇന്ന് മുഖ്യമന്ത്രി അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. സർക്കാരിനെ രക്ഷിക്കാനല്ല, KSRTCയെ രക്ഷിക്കാനല്ല. ഇതിൽ ഉന്നത കച്ചവട മാഫിയക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടുന്നു. അത് KSRTCയുടെ MDയും KSRTCയുടെ മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും എതിരായി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ല, അവരെ ഒന്ന് സംരക്ഷിക്കണം. ആരെ സംരക്ഷിക്കണം? കേരളത്തിലെ താല്പര്യമാണോ? അല്ല, അത് ഭൂവുടമകളുടെ താല്പര്യം അല്ലെങ്കിൽ മാഫിയയുടെ താല്പര്യം. ഞാനിവിടെ പറയുന്നത് ഒറ്റ കാര്യമാണ്. ഇവിടെ PSC നിയമനം ആരാ നടത്തേണ്ടത്? CPMന് കിട്ടിയ PSC നിയമനമാണ്. അത് നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ. ആ ഡോക്ടർ ദമ്പതികളായി വന്നിരുന്ന വനിതാ ഡോക്ടർ ആരാണ് അവരെ അങ്ങോട്ട് സമീപിക്കാൻ തീരുമാനിച്ചത്? അവർക്ക് എങ്ങനെയാണ് 22 ലക്ഷം രൂപ അവർ കൊടുത്തല്ലോ. ആ കൊടുക്കുമ്പോൾ അവരുടെ ഉറപ്പെന്തായിരുന്നു? അവരെന്തുകൊണ്ട് ഇത് ഇത്രയും കാലം കാത്തിരുന്നു? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നിയമനമെന്ന് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമനം നടക്കാത്തത് കൊണ്ടല്ലേ അവർ ഇത് പരാതിയുമായി മുന്നോട്ട് പോയത്? അപ്പൊ അതില് ഞങ്ങൾ ആരെങ്കിലും ഉന്നയിക്കപ്പെട്ട വിഷയമാണോ? ശ്രീ അനിൽകുമാറിന്റെ മറുപടി. ശ്രീ അനിൽകുമാർ, പരാതി ഒന്നുമില്ല എന്നുള്ള നിലപാട് തന്നെയല്ലേ താങ്കൾ? പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഒറ്റ വാചകം. ഈ പരാതി ഇല്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ KPCC പ്രസിഡന്റിന്റെ അവിടെ കൂടോത്രം നടന്നു എന്നൊരു പരാതി കിട്ടിയപ്പോൾ അവിടെ FIR ഇട്ടു, അന്വേഷണം നടത്തുന്നു, ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. എന്താ ഇത്? കൂടോത്രം നടത്തിയെന്ന് ഒരാൾ പരാതി കൊടുത്തു. ആ പരാതിക്ക് എന്താ അടിസ്ഥാനമുള്ളത്? ഒരു പരാതിയുമില്ല, അടിസ്ഥാനമില്ല, ഊഹാപോഹം മാത്രമാണ്. അപ്പോൾ അതിന്റെ പേരിൽ അവിടെ FIR ഇട്ടു, അന്വേഷണം നടത്തുമെന്ന് സ്പർജൻ കുമാർ അവിടുത്തെ DCP പ്രഖ്യാപിക്കുന്നു. എന്തേ കോഴിക്കോട് മാത്രം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നു പറയുന്നത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ ഇതേക്കുറിച്ച് നടപടി ഉണ്ടാവും. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാര്യം ഒന്ന് വ്യക്തത വരുത്തുക. അങ്ങനെയാണെങ്കിൽ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഈ പരാതി പാർട്ടിയിൽ വന്നിട്ടുണ്ടോ, ഈ പരാതി പോലീസിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണല്ലോ. പോലീസിൽ എന്തായാലും മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന്. ആ പരാതിയുടെ കോപ്പിയും വെളിയിൽ വന്നിട്ടുണ്ട്. അത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൊടുത്ത പരാതിയാണ്. പാർട്ടിക്കുള്ളിലെ പരാതി അതുണ്ടോ ഇല്ലയോ? അല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെ തലയ്ക്ക് വേദന ഉണ്ടാകുന്ന വിധം തല കുഴിച്ചിട്ടു. അദ്ദേഹത്തിന് കാലിന് വേദന ഉണ്ടാകുന്ന വിധം കൂടോത്രക്കാർ കാല് കുഴിച്ചിട്ടു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ്, ഒരു MP, അദ്ദേഹത്തിന് സാരമായ ശാരീരിക ആഘാതം ഉണ്ടാക്കുന്ന കൂടോത്രം നടന്നാൽ അത് കേരളത്തിൽ അന്വേഷിക്കേണ്ട എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണല്ലോ. അതിൽ ഉണ്ണിത്താനോട് ചോദിച്ചാൽ വിവരമെല്ലാം അറിയാവുന്ന KPCC പ്രസിഡന്റ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞില്ലേ, കൂടോത്രം നിഷേധിക്കുകയല്ല, നിങ്ങൾ സുധാകരനോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബഹുമാനപ്പെട്ട ഉണ്ണിത്താനിലേക്ക് എത്തണമെന്ന് സുധാകരൻ പറഞ്ഞത് കേരളത്തിൽ ആരും അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായം എന്താണ്? KPCC പ്രസിഡന്റ് യാതൊരു വിലയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഒരു MP അല്ലേ? അങ്ങനെ പരാതി വന്നാൽ മറ്റു വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉള്ളിടത്തോളം കാലം
അതിലാരാണോ ഇവിടെ ഏറ്റവും തെറ്റായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്തത്, കബളിപ്പിക്കൽ നടത്തിയത്, വഞ്ചന നടത്തിയത്, കേരളീയ പൊതുമണ്ഡലത്തിന് തന്നെ അപമാനകരമായൊരു കാര്യത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോയത്, അവരൊക്കെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വരണം എന്ന കാര്യത്തിൽ കേരളം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒളിച്ചു വെക്കണമെന്നല്ല, സത്യമായിട്ട് എന്താണ് വസ്തുതയെന്ന് ആളുകൾ ബോധ്യപ്പെടണം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് തുലാഭാരം നടത്താൻ പോകുന്നു, പിന്നെ വണ്ടി ഇടിച്ചപ്പോൾ അത് കൂടോത്ര എന്ന് പറയുന്നു, കൂടോത്ര ഏറ്റിട്ടില്ല അല്ലെങ്കിൽ കുറെ കൂടെ മാരകമായ അപകടമെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. ഇതാണ് കോൺഗ്രസ്. ഇവരാണ് കേരളത്തെ നയിക്കാൻ ഉടുപ്പിട്ട് നടക്കുന്നത്. ഇവരാണ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ തമ്മിലടിക്കുന്ന ഗതികെട്ടൊരു കൂട്ടര് ഒരു വസ്തുതയുമില്ലാതെ CPM-നെതിരെ എന്തും പറയാം, എന്തും ചെയ്യാം. അതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മരുമകനാകുമ്പോൾ തന്നെ ഒരു പേരുണ്ട്. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അവിടെ SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്നു, SFIയുടെ ഭാരവാഹിയായിരുന്നു, DYFയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. പക്ഷെ പേരില്ല, മരുമകൻ. എന്തൊരു പുച്ഛമാണ്. എന്നിട്ട് കോഴിക്കോട് എന്തോ നടക്കണു. ഞങ്ങൾ പറയുന്നത് ഒരു വസ്തുതയുമില്ലാതെ എന്തു വലിയ നുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേലെ കെട്ടിവെക്കാം. എന്നിട്ട് ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ ഒരു ഓൺലൈൻ ചാനലിലോ ഏത് വൃത്തികെട്ട നുണയും ആര് പറഞ്ഞാലും ഞങ്ങൾ മറുപടി പറഞ്ഞോണം. എന്താ മറുപടി? ഇപ്പോൾ ഒരു വനിതാ ഡോക്ടറുടെ കാര്യം പറഞ്ഞു, 22 ലക്ഷം കൊടുത്തു. ആരാണ് ആ വനിതാ ഡോക്ടർ? ആരാണ് 22 ലക്ഷം രൂപ ആർക്ക് കൊടുത്തു? ഈ പറയുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി നിയാസിന്റെ പക്കൽ എന്താണ് അവരുടെ പേരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആര് കൈപ്പറ്റി എന്നാണ് അവർ പറയുന്നത്? ഇതൊന്നും പറയാതെ ചുമ്മാ പറയുകയാണ്. എന്നിട്ടോ ഈ ചർച്ചയിൽ പരസ്പര വിരുദ്ധമായിട്ടല്ലേ വർത്താനം പറഞ്ഞത്. ആദ്യം പറഞ്ഞു എളമര കരീമിന്റെ കാലത്ത് കാറി മാഫിയ, പിന്നെ IT പാർക്ക് അഴിമതി ഇന്നും നിലനിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു 5 കൊല്ലേ നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ, എളമര കരീം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയും ഭരിച്ചുകൊണ്ടിരുന്ന കാലം. നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഞങ്ങളുടെ പാർട്ടിയെ വേട്ടയാടിയ കാലം, MM മണിയെ വേട്ടയാടിയ കാലം. എന്താ എളമര കരീം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസിൻ്റെ കയ്യിൽ ആരെങ്കിലും പിടിച്ചോ? ചുമ്മാ പച്ചക്കള്ളം ഒരു ചർച്ചയെ വന്നിട്ട് എഴുന്നള്ളിക്കാൻ. എന്നിട്ട് പരസ്പര വിരുദ്ധമായിട്ട് എന്താ പറയുന്നത്? അങ്ങനെ എളമര കരീമിനെ കുറിച്ച് ആദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ അദ്ദേഹം നിയാസ് പറയുന്നത് എന്താ, മുമ്പുള്ള മന്ത്രിമാരൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴത്തെ മരുമകൻ മന്ത്രിയാണ് കുഴപ്പം. ഒരു ചർച്ച തന്നെ 2 വർത്തമാനം പറയാൻ ഇരട്ട നാക്ക്. നിങ്ങൾ BJP-ക്കാരെ തോപ്പിക്കുന്ന ഇരട്ട നാക്കാണ്. BJP-ക്കാരെ തോപ്പിക്കുന്ന ഇരട്ട നാക്കാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഈ രാജ്യത്ത് ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറയുകയും നമ്മുടെ നാട്ടിൽ വന്നിട്ട് കേരളം മാത്രം ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, നമുക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്ന് മുസ്ലിമിനെ ഞങ്ങൾ തീർത്ത് കളയാം. ഇതാണല്ലോ RSSന്റെ വാദം. ഇതാണ് ഇരട്ട നാക്ക്. ഈ ഇരട്ട നാക്കിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ചർച്ച. ഞാൻ ബഹുമാനപ്പെട്ട PN നിയാസിനോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞോ, കാറി മാഫിയ എളമര കരീം. എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്ത വാചകം എന്താണ്? അത് പണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴാണ് കുഴപ്പം. നിങ്ങളിവിടെ പറഞ്ഞില്ല ഭൂമി ഇടപാട്, സർക്കാരിൻ്റെ പണം പോയി. ഏതിടപാടാ? ഏത് സർക്കാരിൻ്റെ പണമാണ് പോയത്? ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ PSC ഈ 8 കൊല്ലക്കാലം നിയമിക്കപ്പെട്ട ഏതെങ്കിലും ഒരാളെക്കുറിച്ച് പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പറയാം. ഒരാളെക്കുറിച്ചും പരാതിയില്ല. ഈ ഇലക്ഷന് ശേഷം നിയമിക്കപ്പെട്ട 3 പേരുണ്ട്, അവരെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിലും പറയാം. അല്ല, അങ്ങനെ ഒരു പരാതിയാണല്ലോ പാർട്ടിക്കുള്ളിൽ വന്നത്. പരാതിയാണല്ലോ, അതാണ് ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് K അനിൽകുമാർ. ആ ഒരു പരാതിയാണല്ലോ പാർട്ടിക്കുള്ളിൽ വന്നതും ഈ വലിയ വിവാദങ്ങൾക്ക് കാരണമായതും. അതാണല്ലോ പുറത്തേക്ക് വന്നതും. വേറെ ആരും ഈ പരാതിയുമായിട്ട് വന്നതല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആ പരാതി പുറത്തേക്ക് വരികയായിരുന്നുവല്ലോ. അത് അറിയണം എന്നുള്ള ദൃഢനിശ്ചയത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM എന്നാണ് പാർട്ടിയുടെ പേര്. ഏത് പാർട്ടിയാണ്? ഏത് പാർട്ടിയുടെ കാര്യം പറഞ്ഞു? CPM അല്ല, പിന്നെ ഏത് പാർട്ടിയാണ്? ഏത് പാർട്ടിയാണ്? ഏത് CPM അല്ലാതെ ഏത് പാർട്ടി? ഉള്ളിൽ വന്നോളൂ. ഏത് പാർട്ടി? CPM. നിങ്ങൾ കാണിച്ചോളൂ. അല്ല, പരാതി എടുത്ത് കാണിക്കാൻ വയ്യ. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന പരാതി, ആ പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മുമ്പില്ലാത്തൊരു കാര്യം ഞാൻ എന്ത് പറയാനാ? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ മുന്നിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, ഞാനത് മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പരാതി അല്ല, തീയില്ലാതെ പുക ഉണ്ടാവുകയില്ലല്ലോ ഇതിൽ.
ഇതാണിപ്പോൾ കുഴപ്പമായത്. അന്വേഷിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അന്വേഷിച്ചില്ലേ എന്ന് തീർത്ത് പറയാൻ താങ്കൾക്ക് കഴിയുമോ? അല്ലല്ല, ഞാൻ പറയാം. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതിയില്ല. നിങ്ങൾ ഏതെങ്കിലും പരാതി ഉണ്ട് ഇപ്പൊ ഹാജരാക്കാം. എന്റെ പരാതിയൊന്നുമില്ല, മറുപടി പറയാം. എന്റെ പരാതിയില്ല. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ് ഈ വിഷയങ്ങളെല്ലാം. എന്റെ ഈ പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പരാതിയും ഇല്ലെങ്കിൽ എം പി ഗോവിന്ദൻ എന്തിനാണ് കഴിഞ്ഞ ദിവസം പാർട്ടി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത്? പാർട്ടി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിന് ഉത്തരം പറഞ്ഞോട്ടെ. കേരളത്തിലെ PSC നിയമനങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കവും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ LDF സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഒരാളെ കുറിച്ചും പരാതി ഉണ്ടായിട്ടില്ല. എന്നാൽ പത്രക്കാർ ഒരാക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞു, അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ആക്ഷേപമുള്ളവർ പറഞ്ഞോട്ടെ, അങ്ങനെയല്ല. ഞങ്ങൾക്ക് എന്താ തർക്കം? പത്രക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും എം പി ഗോവിന്ദൻ പറയുന്നുണ്ട്. മന്ത്രി റിയാസിനെ കുറിച്ചൊന്നും ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അതേപോലെ അദ്ദേഹം പറയുന്നില്ല ഈ പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് അദ്ദേഹം പറയുന്നില്ല. ഇന്ന് P. മോഹനാണ് ആദ്യമായിട്ട് അങ്ങനെ പരാതി ഇല്ല എന്നുള്ള കാര്യം പറയുന്നത്. ദയവായി ഒരു കാര്യം കേൾക്കൂ. പ്രമോദിനെ പുറത്താക്കിയല്ലോ. അല്ല, പുറത്താക്കി എന്തിനാ ഒന്ന് പറയാമോ, വിശദീകരിക്കാമോ? അന്വേഷിച്ചോളൂ. പുറത്താക്കിയെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം പുറത്താക്കിയെങ്കിൽ നിങ്ങൾ പുറത്താക്കിയോ, ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ എടുത്തോ. യൂത്ത് കോൺഗ്രസ് അങ്ങ് എടുത്തോളൂ. പുറത്താക്കിയെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട മഞ്ജുഷ് പറഞ്ഞു തീയില്ലാത്ത പുകയുണ്ടാവില്ല. ആ ന്യായം ഞാൻ ഇങ്ങോട്ട് സ്വീകരിച്ചേക്കാം. എന്നിട്ട് തീയില്ലാതെ പുകയുണ്ടായ കഥകൾ ഞാൻ അങ്ങോട്ട് പറയാം. അധികം പറയുന്നില്ല. കമല ഇൻ്റർനാഷണലിൽ ഏത് തീയിലുണ്ടായ പുകയാണ്? സത്യത്തിൽ അങ്ങനൊരു സാധനമുണ്ടോ? പിണറായി വിജയന് ഈ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഇടയ്ക്ക് കണ്ട ആ വീടുണ്ടോ? തീയില്ലാത്ത പുകയുണ്ടാവുമോ? ഏറ്റവും അവസാനം വീണ വിജയന് വിദേശത്ത് ദുബായിലൊരു അക്കൗണ്ട് ഉണ്ടെന്ന്. ആ അക്കൗണ്ടിലേക്ക് ലാവലിൻ കമ്പനിയുടെ പണം വന്നു. അതുപോലെ തന്നെ വേറെ ചില കമ്പനികൾ പണം അയച്ചു കൊടുത്തു. നമ്മൾ കേട്ടൊരു ആരോപണമാണ്. തീയില്ലാതെ പുകയുണ്ടാകുമോ? അങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ? ഇപ്പോൾ ഹാജരായിക്കോട്ടെ, ഞങ്ങൾ മറുപടി പറയാം. കേരളത്തിൽ ഇപ്പോൾ CPM-നെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും മകളെക്കുറിച്ചും മരുമകനെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും ആർക്കും എന്തും എഴുതാം, ആർക്കും ഏത് നുണയും പറയാം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കൈ കെട്ടുമെന്ന് കേട്ടോണം. ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിന്ന് മറുപടി പറഞ്ഞു പോയാൽ നിങ്ങളുടെ ധാർഷ്ട്യം കേട്ടോ, ധിക്കാരം കേട്ടോ. ഞങ്ങളെല്ലാം അവകാശമുള്ളവരാ. ഞങ്ങൾ എന്തു നുണയും പറയും. ഞങ്ങൾ എന്ത് കൂടോത്രം തെരഞ്ഞെടുപ്പിന് മുൻപും ഇതേ രീതിയിലുള്ള ന്യായീകരണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു വന്നത്. പക്ഷെ അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതും. ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണ്. ഈ പാർട്ടിയിൽ ഒരു ചർച്ചയും ഇതേക്കുറിച്ച് നടന്നിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിനെതിരെ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെന്താണ് നിങ്ങൾ പറയുന്നത് പോലെ തെളിവില്ല. അതിനെന്താണ് കാരണമെന്ന് പറയാമോ? ആ തെളിവ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇരുമ്പ് മറ അവിടെ തീർത്തു കഴിഞ്ഞു. ആ പരാതി അവിടെ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷമാണ് താങ്കൾ ഈ ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ എം വി ഗോവിന്ദന് ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ പരാതിക്കാരിയിൽ ആ പണം നൽകിയവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഈ വിവരം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നായപ്പോഴേക്കും അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ പാർട്ടിയുടെ ഇരുമ്പ് പറ. അതിന് എവിടെ പരാതി? ആരാണ് പരാതി കൊടുത്തത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാൻ വരുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമോ? ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് സാർ. അല്ലായിരുന്നെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ ഇന്നലെ ആത്മവിശ്വാസമില്ലാത്ത ആ വാക്കുകൾ പറയാൻ തോന്നുകയില്ലായിരുന്നു. മുഖ്യമന്ത്രിക്ക് നിയമസഭയിലും ആ രീതിയിൽ സംസാരിക്കുവാൻ തോന്നുകയില്ലായിരുന്നു. ചില നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലല്ലേ? ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി, വേണമെങ്കിൽ ഞാനത് എടുത്ത് കേൾപ്പിക്കാം. ഇന്നലത്തെ അങ്ങനെയല്ലേ മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞത്? ഒരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞ ഒരേ വാചകങ്ങളാണ്.
കൃത്യമായിട്ട് പറയാം. കേരളത്തിലെ PSCയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ നിയമിച്ച ആരെക്കുറിച്ചെങ്കിലും പരാതിയുണ്ടോ? അവരുടെ ഏതെങ്കിലും പ്രവർത്തനത്തെക്കുറിച്ച് പരാതിയുണ്ടോ? അതാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. എന്നിട്ട് ഈ PSC മെമ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആർക്കെന്ത് പരാതി ഉണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിക്കും. സർക്കാരിന് മറയ്ക്കാനൊന്നുമില്ല, പാർട്ടിക്ക് മറയ്ക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒരു വനിതാ ഡോക്ടറുടെ കാര്യം പറഞ്ഞു, ആരാണെന്ന് വെളിപ്പെടുത്തിക്കോട്ടെ, അവർ സമൂഹത്തിന് മുന്നിൽ വരട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി മറുപടി പറയും. അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുത്തത്? അങ്ങനെ ഒരാളില്ലെങ്കിൽ അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത് എന്തിനാണ്? അപ്പോൾ ചോദിക്കും ആരുടെ മൊഴിയെടുത്തു എന്ന്. ആരുടെ മൊഴിയെടുത്തു? പ്രതീക്ഷ ചോദ്യമാണ്. ആരുടെ മൊഴിയെടുത്തു? ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ മനസ്സിലാക്കാത്ത കാര്യം എന്ത് ചെയ്യും? പോലീസ് മൊഴിയെടുത്ത് നിങ്ങൾ പറഞ്ഞ ആരുടെ മൊഴി? ഞാൻ അറിയാത്തൊരു കാര്യം മഞ്ജുഷ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിയമസഭയിൽ ഇക്കാര്യം മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ല, മഞ്ജുഷ പറയുന്ന ആരുടെ മൊഴിയെടുത്തതിനെ കുറിച്ചാണ് എനിക്കിപ്പോ മനസ്സിലായിട്ടില്ല. അങ്ങ് പറഞ്ഞോളൂ, ആരുടെ മൊഴിയെടുത്തതിനെ കുറിച്ചാണ്, ഏത് പോലീസ് എടുത്തതിനെ കുറിച്ചാണ് അങ്ങ് ഇപ്പൊ എന്നോട് ചോദിച്ചു? പണം കൊടുത്ത ആ കുടുംബത്തിന്റെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് അവര് പറയട്ടെ. ആര് മൊഴിയെടുത്തു? പോലീസ് അല്ലാതെ മൊഴിയെടുക്കൂ? ആര് മൊഴിയെടുത്തു? ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴിയെടുത്തു? ഏത് പോലീസ് സ്റ്റേഷനിലെ? നിങ്ങൾക്ക് വെളിപ്പെടുത്താം. ഞാൻ വ്യക്തത വരുത്തിയിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞൊരു മൊഴിയെടുത്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പം ചോദിച്ചിട്ട് പറയാം, ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ? ഒരു വ്യക്തിക്ക് വേറുണ്ടാവുമല്ലോ, നിങ്ങൾ വെളിപ്പെടുത്തിക്കോ. ഇപ്പം വെളിപ്പെടുത്താൻ ഞാൻ മഞ്ജുഷിനോട് അപേക്ഷിക്കുന്നു. കാരണം ആരെയോ പോയി കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ആ മൊഴി എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊഴിയെടുത്തേക്കൊരു വിലാസം ഉണ്ടാവും. എന്തായാലും ഒരു പരാതിയുമില്ല ഒരു വശത്ത് കൂടി ഒരു പരാതിയുമില്ല എന്ന് പറയുന്നു, മറുവശത്ത് കൂടി പാർട്ടി അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ഒരു വശത്ത് കൂടി പറയുന്നു പോലീസ് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു, മറുവശത്തോടെ മുഖ്യമന്ത്രി പറയുന്നു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന്. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പരാതി കിട്ടുന്നതിന് മുൻപ് തന്നെ എങ്ങനെ മൊഴിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിയമസഭയിലൊന്നും പറയുന്നുമില്ല. ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ശ്രീ കെ അനിൽകുമാർ ഒരു തരം സംശയം സമൂഹത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ, കോഴിക്കോട് പാർട്ടിയിൽ ഇക്കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പുറത്തു നിന്നുള്ള ആരുമല്ല ഈ പരാതി വെളിയിലേക്ക് വിട്ടത്. അത് ലീക്ക് ചെയ്തത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ഏത് പാർട്ടിയെന്ന് താങ്കൾ ചോദിക്കും. CPM എന്ന പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ പരാതി ലീക്ക് ചെയ്ത് വെളിയിലേക്ക് വന്നത്. എങ്ങനെ ലീക്ക് ചെയ്തു? ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ലീക്ക് ചെയ്തു. ഇത് വെളിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കി ഇത് വെളിയിലേക്ക് വരേണ്ടത് തന്നെയാണ്, ഇത് പാർട്ടിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല എന്ന്. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ഏത് പാർട്ടിയിലും സംഭവിക്കുന്നതാണ്. മഞ്ജുഷേ, ഇപ്പൊ ഇത്രയും കാര്യം എന്നെ ഇരുത്തിക്കൊണ്ട് എന്റെ മേലെ അടിച്ചേൽപ്പിച്ചല്ലോ. ഞാൻ ഇനി തിരിച്ചു പറയാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കള്ളം. ഒന്ന്, 8:42 ഇന്നൊരു പരാതി യൂത്ത് കോൺഗ്രസിന്റെ കൊടുത്തത്. അത് മുഖ്യമന്ത്രി കേരള നിയമസഭയെ പറഞ്ഞു. അത് സത്യമായ കാര്യമാണ്. എന്നാൽ മൊഴിയെടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? ആണെങ്കിൽ ഏത് പോലീസുകാരൻ മൊഴിയെടുത്തു? ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുത്തു? എന്തായാലും 8:42 കൊടുക്കുന്ന പരാതി എങ്ങനെയാണ് 9:30 അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രിക്ക് മൊഴിയെടുത്ത കാര്യം പറയാൻ പറ്റുന്നത്? അപ്പം നിങ്ങൾക്ക് പറയാം, ഇന്നയാൾ പോയി മൊഴിയെടുത്തു. ഏത് പോലീസ് സ്റ്റേഷൻ? ഇന്നലെ തന്നെ മൊഴിയെടുത്തു എന്നാണല്ലോ VD സതീശൻ പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ആധികാരികതയുണ്ടോ? ശ്രീ നിയാസ്, എന്തെങ്കിലും ആധികാരികതയുണ്ടോ അക്കാര്യത്തിൽ? സതീശനോട് ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു. ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് പോകും. ഞാൻ വാക്ക് പറഞ്ഞിട്ട് പോകാം. പ്രതിപക്ഷ നേതാവ് ഞാൻ പറയട്ടെ, ഒരു വാക്ക് അങ്ങോട്ട് കേൾക്ക്. മഞ്ജുഷ, അങ്ങനെയാണെങ്കിൽ എന്നെ അനുവദിക്കൂ. ഞാൻ ഒറ്റ വാചകം പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും മറുപടി പറഞ്ഞാൽ മതി. മറുപടി പറഞ്ഞാൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ, ഞാൻ എനിക്ക് ഒരാളൊന്നുമില്ല. നിങ്ങളിവിടെ ഭ്രാന്ത് പറഞ്ഞു, നിങ്ങളിവിടെ കളവ് പറഞ്ഞു, നിങ്ങളിവിടെ ഭ്രാന്തും കളവും പറഞ്ഞിട്ട് അതിന്റെ മേലെ ഇപ്പോ മഞ്ജുഷന്റെ മേലെ ഒരു വിധി പ്രസ്താവില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ വളരെ ഞാനൊന്ന് പറയട്ടെ.
പ്രതിപക്ഷ ഞാനൊന്ന് നേതാവ് പറഞ്ഞോട്ടെ അനിൽകുമാറെ. പ്രതിപക്ഷ നേതാവ് ഞാൻ എന്നോട് പറയട്ടെ. ചോദിച്ച ചോദ്യമാണ്. എന്നോട് മഞ്ജുഷ ചോദിച്ച എന്നെ ചോദ്യത്തിനാണ് അനുവദിക്കണം, ഞാൻ മറുപടി ദയവായി. ശരി, പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ പറയൂ. ദയവായി അങ്ങ് ആരെങ്കിലും ഒരാൾ പറയൂ. ആരെങ്കിലും ഒരാൾ പറയൂ. എന്നോടാണ് ചോദിച്ചത്. ദയവായി അങ്ങൊന്ന് ഞാൻ ആരെങ്കിലും ഒരാളില്ല, please. മഞ്ജുഷ തീരുമാനിക്കും. ഞാനൊന്ന് മഞ്ജുഷ പറയട്ടെ. തീരുമാനിക്കും. അല്ല, നിയാസ് അതിനുള്ള മറുപടിയാണ്. അന്നേരം അല്ലല്ല, അങ്ങനെയാണെങ്കിൽ അനിൽ താങ്കൾക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് മറുപടി പറയാൻ പറ്റും. നിയാസ് എനിക്ക് പറയാനുള്ള കാര്യം അല്ല, പറഞ്ഞിട്ട് മറുപടി പറ. നിയാസ് ഒന്ന് എനിക്കൊരു വഴങ്ങുമെന്ന് അനിൽ ലക്ഷ്യം പറയട്ടെ. എനിക്ക് സിമ്പിൾ ആയിട്ട് ചിരിച്ചോണ്ട് പറയാനുള്ള മറുപടി ശരി, ചിരിച്ചോണ്ട് പറഞ്ഞോട്ടെ. അനിൽ അനിൽ പറഞ്ഞോളൂ. അനിൽ പറഞ്ഞോളൂ. അല്ല, ഒരാൾ വഴങ്ങും. അനിൽ പറഞ്ഞോ. അനിൽകുമാർ എത്ര വേണം പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അതായത് എനിക്ക് അസഹിഷ്ണുതയില്ല, എനിക്ക് വെപ്രാളമില്ല, എനിക്ക് പേടിയില്ല, എന്റെ മുഖംമൂടി നഷ്ടപ്പെടില്ല. അതുകൊണ്ട് അനിൽകുമാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് എത്ര വേണമെങ്കിലും പറയാം. വെപ്രാളത്തോടു കൂടി പറഞ്ഞോളൂ. ശരി, അനിൽ പറഞ്ഞോളൂ. ഇല്ല, അനിൽ ചിരിച്ചോണ്ട് പറയും. ഞാൻ എന്തും പറയുന്ന ആളല്ല. ഇത്രയും കള്ളം കേട്ടിട്ട് ഞാൻ ഒരു തരത്തിലും അസഹിഷ്ണുത കാണിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ തന്നെ പരസ്പര വിരുദ്ധമായ കള്ളം പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞിട്ടും ഞാൻ ഒരു അസഹിഷ്ണുതയും കാണിച്ചില്ല. ഇല്ലാത്ത കാര്യം പറയരുത്. ഇനി പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനെ കുറിച്ചാണ് മറുപടി പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ ആര് തെളിയിക്കണം? പ്രതിപക്ഷ നേതാവ് തെളിയിക്കണം. ഞാൻ പറയട്ടെ സാർ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം. ഏത് പോലീസുകാരൻ എവിടെ പോയി ആരുടെ മൊഴിയെടുത്തു, അത് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തണം. അദ്ദേഹം നിയമസഭയിൽ അടിച്ചൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. കാര്യവട്ടം ക്യാമ്പസിൽ 121 നമ്പറുള്ള ഒരു ഇടിമുറിയുണ്ട്. ഇതാണ് ഒരു ആക്ഷേപം. ആ ഇടിമുറിയിൽ വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഇടിച്ച് ഇഞ്ചപ്പരുവുമാക്കി. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിയമസഭയിലെ ആക്ഷേപം. അതിന്റെ സത്യം എന്തായിരുന്നു? 121 നമ്പർ മുറി കൈകാര്യം ചെയ്യുന്ന ആള് നാട്ടിലില്ല. ആ മുറി പൂട്ടിയിട്ടിട്ട് അദ്ദേഹം വീട്ടിൽ പോയിരിക്കുക. അപ്പം മുറി പൂട്ടിയിട്ടിട്ട് അതിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത് അത് ഇടിമുറിയാണെന്നും അതിൽ വെച്ച് ഇടിച്ചു എന്നും കള്ളം പറയാൻ മടിയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് മൊഴിയെടുത്തു എന്ന പച്ചക്കള്ളം കേരള നിയമസഭയിൽ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയണം. എന്തിനു മറുപടി പറയണം? ഊഹാപോഹങ്ങൾക്ക്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്ന ഓരോ ഊഹാപോഹത്തിനും നമ്മുടെ കേരളത്തിൽ വിലയില്ല, കാലണയ്ക്ക് വിലയില്ല. അത്ര മനസ്സിലാക്കണം. ശരി, ഓക്കെ. നിയാസ് പറഞ്ഞതിന് ശേഷം ശ്രീ ജോർജ് സാറിലേക്ക് പോകണം. നിയാസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോക്കൂ അനിൽകുമാറെ, അങ്ങയുടെ അസാമാന്യമായ തൊലിക്കെട്ടി അത് ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം അങ്ങയെപ്പോലെയുള്ള ഒരാൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചാണ്ടി ഉമ്മന്റെ വിജയം ഇത്ര അനായാസമായത്. ഈ കഴിഞ്ഞ 18 സീറ്റിലും അങ്ങയെപ്പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണം കേട്ടുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് കലവറയില്ലാതെ പിന്തുണ തന്നത്. അതുകൊണ്ട് അങ്ങ് ഇനിയും അഭംഗുരം ഇതുപോലെ ന്യായീകരണവുമായി തന്നെ മുന്നോട്ട് പോകണം. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങ് നിർബാധം മുന്നോട്ട് പോകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, അങ്ങ് പറഞ്ഞു കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങ് കൂടോത്രത്തെക്കുറിച്ച് ഒരു കടലാസ് കിട്ടിയപ്പോൾ അന്വേഷിച്ചു. എന്താ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരാതി കിട്ടിയല്ലോ, എന്താ അന്വേഷിക്കാത്തത്? എന്താ നിങ്ങൾ അന്വേഷണത്തിന് CBI ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാത്തത്? എന്താ പോലീസിനെ ഏൽപ്പിക്കാത്തത്? എന്താ FIR ഇടാത്തത്? അപ്പോൾ അന്വേഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ആകാം, ഇത് നിങ്ങൾക്ക് നടത്തിക്കൂടാ. പിന്നെ അങ്ങക്കും അങ്ങയുടെ മുഖ്യമന്ത്രിക്കും ഇപ്പൊ എന്താ ധൈര്യം കിട്ടിയത്? ഇന്നലെ എന്താ പാർട്ടി സെക്രട്ടറിക്ക് ധൈര്യം കിട്ടാഞ്ഞത്? ഇന്ന് അങ്ങയുടെ മരുമോന്റെ വേണ്ടപ്പെട്ടവരായ സ്ഥലം വിൽപ്പന നടത്തുന്ന ഭൂമാഫിയയുടെ ആളുകൾ ഇവരെ അങ്ങ് പൊക്കി. ഇവരിപ്പോ അവരുടെ കസ്റ്റഡിയിലാണ്. അവരൊന്നും പറയാൻ കഴിയില്ല. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു ബൈറ്റും കിട്ടില്ല. ഒരു പരാതിയും അവരുടേതായി പുറത്തു വരില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈ ഇരുമ്പ് മറക്കുള്ളിൽ അവരെ ഇരുത്തിയതിനു ശേഷം അങ്ങിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സംശയം വേണ്ട. സത്യത്തിന്റെ മുഖം, അത് സത്യസന്ധമായ മുഖം പുറത്തു വരിക തന്നെ ചെയ്യും. ആധികാരികമായിട്ടാണോ താങ്കൾ പറയുന്നത് ശ്രീ നിയാസ്? ഞങ്ങൾ പറയാം. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടിമുറി ഇല്ല എന്ന് അനിൽകുമാറെ, എന്റെ ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള വൈത്തിരിയിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ നിങ്ങൾ ഇടിമുറിയിൽ ഇട്ട് SFIക്കാർ ഇടിച്ചും കൊന്ന് കെട്ടിത്തൂക്കിയത്. എന്നിട്ടും ഇടിമുറിയില്ല എന്ന് അങ്ങ് ജാള്യതയില്ലാതെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ പറയാനുള്ള അങ്ങയുടെ മഹാ തൊലിക്കട്ടിയെ
എങ്ങനെ ഞാൻ പ്രകീർത്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീര്, ഈ സിദ്ധാർത്ഥനെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളുടെ കണ്ണുനീര് കേരളത്തിൽ വീണത് നിങ്ങളുടെ ഭരണകാലത്താ. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ആനക്കളത്തിൽ ഞാനെന്തോ മഹാപാതകം പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് അന്നൊക്കെയുള്ള അഴിമതിയേക്കാളും 10 മടങ്ങ് അഴിമതിയുടെ നാറുന്ന കഥകൾ കോഴിക്കോട് വന്നുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? നിങ്ങൾ KSRTC അഴിമതിയെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? KSRTC 13 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നു. അതേ സ്ഥലത്ത് 98 സ്ക്വയർ ഫീറ്റ് 98 റുപ്യ പ്രകാരം കൊടുത്ത കഫ്റ്റീരിയ പൊളിച്ചു മാറ്റുന്നു. എന്നിട്ട് 13 റുപ്യക്ക് അത് തിരിമറി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു, നിങ്ങളുടെ മരുമോന്റെ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണം ഞാൻ അടക്കം പരാതി കൊടുത്തു, അന്വേഷണം ഉണ്ടായില്ലല്ലോ, ഒരു വിജിലൻസും വന്നില്ലല്ലോ, ഒരു ക്രൈംബ്രാഞ്ചും വന്നില്ലല്ലോ. ഇപ്പൊ അവർക്ക് വേണ്ടി മുഖ്യമന്ത്രി 2 തവണയാ യോഗം കൂടുന്നത്. ഞാൻ ഒന്നാമത് പറഞ്ഞത്. പിന്നെ ഈ കേസിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ അങ്ങ് പറഞ്ഞത് ഞങ്ങളുടെ 7 വർഷക്കാലത്തെ 8 വർഷക്കാലത്തെ PSCയുടെ നിയമനത്തിൽ ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല. ആരാ പറഞ്ഞത്? INL വിറ്റില്ലേ? ഞങ്ങളാണോ പറഞ്ഞത്? INL പറഞ്ഞത്? ജനതാദൾ എസ് അത് വിറ്റതാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. NCPയുടെ പരസ്യമായി ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും തെളിവുകൾ സഹിതം ഓഡിയോ ക്ലിപ്പ് സഹിതം വന്നത് ഞങ്ങളൊക്കെ കേട്ടതല്ലേ. വിൽപ്പനച്ചരക്കായി PSC നിയമനങ്ങൾ വെച്ചത് ഇടതുമുന്നണിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്തല്ലാതെ ഇതിനു മുമ്പ് ഒരു കാലത്തും PSC ഇങ്ങനെ ലേലത്തിന് വെച്ചൊരു കാര്യമുണ്ടായിട്ടില്ല. ഇത് നിങ്ങളുടെ പ്രതിച്ഛായമങ്ങുമെന്ന് കണ്ടപ്പോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇടവും വലവും നിൽക്കുന്ന ഭൂമാഫിയകൾ ഇങ്ങ് അവരെ പൊക്കിയിരിക്കുകയാണ്. പുറത്തു വരും, തെളിയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അതിന് പിന്നിൽ തന്നെയാണ്. കോഴിക്കോട് പ്രമോദ് കോട്ടൂളി അത് ഞങ്ങൾ ആരും ഉണ്ടാക്കിയ നേതാവല്ല. CITയുടെ ജില്ലാ സെക്രട്ടറിയാണ്, ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്ത് ഏരിയ കമ്മിറ്റി അംഗത്തിന് നടപടിയെടുത്തത്? മിണ്ടിയില്ലല്ലോ. അംഗങ്ങൾ ഉരുണ്ടല്ലോ. എന്തിനാ നടപടിയെടുത്തത്? അദ്ദേഹം പെണ്ണ് പിടിച്ചോ? അദ്ദേഹം വ്യഭിചാരം ചെയ്തോ? അദ്ദേഹം മറ്റെന്തെങ്കിലും തോന്നിയാസം കാണിച്ചോ? അദ്ദേഹം ആരെങ്കിലും തല്ലിയോ? പിന്നെ എന്തിനാ നിങ്ങൾ പുറത്താക്കിയത്? നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങളുടെ ഇടവും വരവും പോയതല്ലേ. വ്യക്തി തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോ ആരായിരുന്നു? ഇതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഈ മന്ത്രി മുഹമ്മദ് റിയാസ് പോലും പരാതി പറഞ്ഞിട്ട് ജില്ലാ നേതൃത്വം ഈ പരാതി ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു വിശദീകരണം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തയെ അവസാനമായി വന്നിട്ടുള്ളൂ. ശ്രീ ജോസ്, ഇതിനകത്ത് എന്തായാലും ഒരു പരാതി ഇല്ല എന്നുള്ളത് അത് പാർട്ടിക്ക് CPM-ന് പിടിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് അനിൽകുമാർ ഇവിടെ പറഞ്ഞത്. മഞ്ജുഷ, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാനാതരത്തിലുള്ള പരാതികൾ ഭരിക്കുന്ന സർക്കാരിനെതിരായും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായും പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ ടൈറ്റിൽ കേട്ടല്ലോ, നാ പോയി കേസ് കൊട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയും പറയുന്നത്. നിങ്ങൾ ആക്ഷേപം ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ തെളിവ് കൊടുക്കുക എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നവരുടെ വാ മൂടാനായിട്ടുള്ള ഒരു ശ്രമമാണ് കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 8 വർഷങ്ങളായി 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കാതലായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണം 2ാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനും അതുപോലെ ആ കക്ഷിയിൽപ്പെട്ട പല ആളുകളും നിരവധി പരാതികൾ കൊടുത്തല്ലോ. തെളിവോടുകൂടി കൊടുത്ത പരാതികളുണ്ട്, തെളിവില്ലാതെ കൊടുത്ത പരാതികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പരാതികളിൽ മേൽ ഒരു ഘട്ടം വരുമ്പോൾ നിവർത്തിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി നടത്തുന്ന ഒരു പ്രക്രിയ എന്ന രീതിയിൽ ധാരാളം അന്വേഷണ കമ്മീഷനുകളെ നിയമിക്കുന്ന പതിവുണ്ട്. ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ നടത്തിയതായിട്ടുള്ള നിരവധി അന്വേഷണങ്ങൾ ഏതെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ അന്തിമ രൂപത്തിൽ എത്തുകയോ അതിൽ പ്രതികളായി നിശ്ചയിക്കപ്പെട്ട ആളുകളെ അല്ലെ കണ്ടെത്തിയതായിട്ടുള്ള ആളുകളുടെ പേരിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നടപടിയെടുത്തതായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും ഒരു യാന്ത്രികമായ ഒരു അഭ്യാസമായി നമ്മുടെ സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. അത് പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് കാണുന്നത്.
ആരോപണങ്ങൾ വരുമ്പോൾ, നിവർത്തിയില്ലാതെ വരുമ്പോൾ ചില അന്വേഷണ കമ്മീഷനെ നിയമിക്കും. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അതിനെ സ്പർശിക്കാം. കാര്യവട്ടത്ത് ഈ പറയുന്ന ഒരു ആളിനെ വളരെ മോശമായി, വളരെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷനിൽ ഉൾപ്പെട്ടത് അവിടുത്തെ ക്യാമ്പസിൽ താമസിക്കുന്ന ഒരു പ്രൊഫസർ ഉൾപ്പെടെയുള്ള ഒരു 3 അംഗ കമ്മീഷനാണ്. അവർ 24 മണിക്കൂർ കൊണ്ട് അന്വേഷണം നടത്തിയല്ലോ. അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായി യാതൊരു തെളിവുമില്ല. അവിടെ അങ്ങനെ മുറിയുള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അതാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അനിൽകുമാർ സൂചിപ്പിച്ചു. ആ മുറി അടച്ചിട്ടിട്ട് പോയിട്ട് ദിവസങ്ങളായി അദ്ദേഹം വേറെന്തോ ഗവേഷണ പ്രവർത്തനത്തിൽ പോയിരിക്കുകയാണെന്ന്. എത്ര വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ക്യാമ്പസ് മർദ്ദനം ഉണ്ടായപ്പോൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. എന്താണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ സ്ഥിതി എന്താണ്? പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നിരന്തരമായി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ ആ പ്രതികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാനോ ശിക്ഷിക്കുവാനോ സത്യസന്ധമായി ആത്മാർത്ഥമായി ഒരു നടപടി എടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഇവിടെ മഞ്ജുഷ ഒരു കാര്യം കാണേണ്ടതായിട്ടുണ്ട്. ഭരിക്കുന്ന കക്ഷിക്കെതിരായി ഏത് ആരോപണം ഉണ്ടായാലും, ഭരിക്കുന്ന പാർട്ടിക്കെതിരായി എന്ത് ആക്ഷേപം ഉണ്ടായാലും ആഭ്യന്തരമായി അവരുടെ സംവിധാനം അനുസരിച്ച് അത് ഒതുക്കി തീർക്കത്തക്ക ഒരു ബലമുള്ള പാർട്ടി സംവിധാനം ഇന്ന് CPM ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. നമ്മളൊക്കെ ആവർത്തിച്ച് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങൾക്ക് പോലീസുണ്ട്, ഞങ്ങൾക്ക് കോടതിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നേതാക്കളുള്ള ഒരു പാർട്ടിയാണല്ലോ CPM. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഏത് അന്വേഷണം നടത്തിയാലും എന്തെല്ലാം തെളിവുകൾ കൊടുത്താലും യാതൊരു തരത്തിലുള്ള പുരോഗതിയും സത്യസന്ധമായി അതിനകത്തുണ്ടാകാൻ പോകുന്നില്ല എന്ന് നിരവധി ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആക്ഷേപമാണല്ലോ. ആക്ഷേപം ആർക്കും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞു. അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. ഇന്ന് നിയമസഭയുടെ ആ വേദിയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇന്നലെ ഈ പണം കൊടുത്ത 22 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ഒരു ഹോമിയോ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തു എന്ന് നിയമസഭയിൽ അദ്ദേഹം ഉത്തരവാദപ്പെട്ട രീതിയിൽ പറയുമ്പോൾ അതിന് തെളിവ് എവിടെയെന്ന് പുറത്തു നിൽക്കുന്ന എനിക്കോ അനിൽകുമാറിനോ ചോദിക്കാൻ എന്ത് അവകാശം? അദ്ദേഹം നിയമസഭയുടെ വേദിയിൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലാണല്ലോ അദ്ദേഹം ഈ ആക്ഷേപം ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. അതിന് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അനിൽകുമാറിനോ എനിക്കോ എന്ത് അവകാശമുണ്ട്? അദ്ദേഹം തെളിവുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊക്കെ പറയുന്നെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും എല്ലാം വലതുപക്ഷ മാധ്യമങ്ങളാണ്, മുതലാളിത്ത മാധ്യമങ്ങളാണ്, മാധ്യമ സൃഷ്ടിയാണ്. ഇതൊക്കെ സ്ഥിരമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളാണ് പ്രധാനമായി ഇവിടുത്തെ പൊതുസമൂഹം ആശ്രയിക്കുന്ന ഏറ്റവും വലിയ വാർത്തയുടെ ഉറവിടം എന്ന കാര്യം നാം കാണാതെ പോകരുത്. മാധ്യമങ്ങളിലാണല്ലോ ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ തെളിവെവിടെ എന്നൊക്കെ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ധാർമ്മിക ബോധമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അതിലെ നേതാക്കൾക്കോ അങ്ങനെ പറയാനായി സാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ശ്രീ അനിൽകുമാർ, ഇവിടെ ഈ PM നിയാസ് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചിരുന്നു താങ്കൾക്ക് ഇത് ആധികാരികമായി കിട്ടിയ വിവരമാണോ എന്ന്. അതായത് ഈ 22 ലക്ഷം രൂപ PSC അംഗത്വത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ള പരാതി പാർട്ടിയിൽ ഉയർന്നു വരാൻ കാരണമായ ആളെ അവര് മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നിയാസ് പറഞ്ഞത്. അതുകൊണ്ടാണ് പാർട്ടിക്കാർക്ക് ഇത്രയും ആത്മവിശ്വാസം വരുന്നത് ഒന്നും സംഭവിക്കുകയില്ല എന്ന്. അതിനുള്ള മറുപടി? അല്ല, ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു, ഇന്നലെ തന്നെ പോലീസ് പോയി ഒരാളെ കണ്ട് ചോദിച്ചു, മൊഴിയെടുത്തു. ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്ത്. ബഹുമാനപ്പെട്ട സതീശന്റെ പ്രകൃതി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കേരളത്തോട് വെളിപ്പെടുത്തട്ടെ ആ വ്യക്തി എന്താ മൊഴി പറഞ്ഞത്. ആ മൊഴി പറയുമ്പോൾ ഇപ്പോൾ സത്യം അറിയാമല്ലോ. ഇന്നലെ ഒരാൾ മൊഴി എടുത്തിട്ടുണ്ട്, ആ മൊഴിയിൽ എന്താ സത്യം അതൊക്കെ പറഞ്ഞാൽ പോരെ. ആ മൊഴിയിൽ എന്താ മനസ്സിലാക്കിയത്, ഏത് പോലീസുകാരനാണ് മൊഴിയെടുത്തത്, അത് പറഞ്ഞാൽ നമുക്ക് അവസാനിക്കുമല്ലോ. അപ്പോൾ സതീശൻ്റെ കയ്യിലാണ് പന്തിരിക്കുന്നത്. സതീശൻ ആ പന്ത് തട്ടട്ടെ, വെളിപ്പെടുത്തട്ടെ. ഞങ്ങൾക്കതിനെക്കുറിച്ച് അതിനപ്പുറം പറയാനില്ല. ഇനി VD സതീശൻ പറഞ്ഞൊരു വാചകം എന്താണ്, ഇവിടെ ബഹുമാനപ്പെട്ട PN നിയാസും പറഞ്ഞു, വൈത്തിരിയിലെ ആ കോളേജിൽ, പൂക്കോട് കോളേജിൽ സിദ്ധാർത്ഥനെ
SFIക്കാരെ കെട്ടിത്തൂക്കി, കൊന്ന് കെട്ടിത്തൂക്കി. ഇതാണ് ആക്ഷേപം. പാർട്ടി കോടതിയല്ലല്ലോ CBI. CBI ഇതിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ എന്താ പറയുന്നത്? SFIക്കാർ കൊന്നെന്നോ കെട്ടിത്തൂക്കിയെന്നോ CBI കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്ക് CBIയെക്കുറിച്ച് പരാതിയുണ്ടോ? നരേന്ദ്രമോദിയെക്കുറിച്ച് അക്കാര്യത്തിൽ പരാതിയുണ്ടോ? അമിത്ഷായെക്കുറിച്ച് പരാതിയുണ്ടോ? എന്നിട്ട് CBI എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സർക്കാർ വക്കീലായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ അതിൽ പ്രതിയാണ്, 4ാം പ്രതി. 4ാം പ്രതി, ഞാൻ കുറ്റപത്രം പറയാം. 4ാം പ്രതി, ആ 4ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ പീഡിപ്പിച്ച് കൊന്നതാണ് കുറ്റപത്രം. അതിലെ 4ാം പ്രതി SFIക്കാരനല്ല, മുഖ്യപ്രതി അടിച്ചവൻ. പറയട്ടെ, അടിച്ചവൻ. നിങ്ങൾ പറഞ്ഞ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, എന്റെ സമയത്തല്ലേ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. ഒരു മര്യാദ നമുക്ക് മുമ്പ് വേണ്ടേ? നിങ്ങൾ ഇവിടെ പറഞ്ഞു SFIക്കാർ പറയൂ. ഞാൻ പറയട്ടെ സാർ, ഞാനൊന്ന് ആദ്യം പറയട്ടെ. CBIയുടെ കുറ്റപത്രത്തിലുണ്ടോ? എന്തിനാണ് ഞാൻ പറയട്ടെ, പട്ടിയാക്കി പേപ്പട്ടിയാക്കി കൊല്ലുന്നത്? മഞ്ജുഷ, ഇത് മര്യാദയല്ല ഇങ്ങനെ ചർച്ച. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയാസ് ഉന്നയിച്ച ആരോപണമാണ്. അതായത് നിയാസ് പറഞ്ഞത് അവരെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. പറയണം. ഞാൻ പറയുമല്ലോ. അതിനു മുമ്പ് ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ. LDF സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ നാനാതരത്തിൽപ്പെട്ട ഒത്തിരി അഴിമതി പരാതി വന്നെന്ന്. അതിലൊരു പരാതി വന്നത് AI ക്യാമറയെ കുറിച്ചാണ്. അത് ഹൈക്കോടതി പോയി. VD സതീശൻ ജയിച്ചോ തോറ്റോ? ഹൈക്കോടതിയുടെ കയ്യിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസല്ല. AI ക്യാമറയുടെ കേസിൽ VD സതീശൻ നേരിട്ട് ഹൈക്കോടതി പോയി, രമേശ് ചെന്നിത്തല കൂടെ ഒരുമിച്ച്. ഇനി K-ഫോൺ അഴിമതി ഹൈക്കോടതി കിടക്കുകയാണ്. നിങ്ങൾ തെളിയിക്കുക. ഞങ്ങൾക്ക് എന്താ പരാതി? ടെൻഡർ ചെയ്ത് കൊടുത്തതിന് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. മൂന്നാമത്തത്, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാസപ്പടി കേസിൽ കുഴൽനാടൻ കോടതി പോയല്ലോ. തിരുവനന്തപുരത്തെ കോടതി വിധിച്ച പിണറായിയുടെ കോടതിയാണോ? പാർട്ടി കോടതിയാണോ? ഇവിടുത്തെ നീതിന്യായ കോടതിയാണ്. മാസപ്പടി കേസെന്ന് പറയുന്നത് കെട്ടുകഥ. കേരള സർക്കാർ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല. ആ വിധി ഇപ്പോൾ ചോദ്യം ചെയ്ത് കുഴൽനാടൻ ഹൈക്കോടതി പോയിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യട്ടെ. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾ ഇതുവരെ തലകുനിക്കേണ്ട ഒരു തെറ്റും ഈ 8 കൊല്ലക്കാലത്തിനിടയ്ക്ക് കേരള സർക്കാർ ചെയ്തിട്ടില്ല. പിന്നെ ആരുടെയും പേര് കേസില്ല എന്ന് ഞങ്ങൾ പറയത്തില്ല. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയി തട്ടിപ്പ് നടത്തിയതിന് സുധാകരൻ പ്രതിയായിട്ടുണ്ട്. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സതീശൻ, പിന്നെ KM ഷാജി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, +2 കോഴ. നിങ്ങളുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രി ബാർക്കോടയിലുള്ള ബാബു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലം, ഇതൊക്കെ കേസില്ലേ? ഇത്തരത്തിൽ ഒരു കേസും LDFനെതിരെ ഇല്ല. അപ്പോൾ ഒരു കേസും തെളിവ് സഹിതം LDFനെതിരെ ഇല്ലാതിരിക്കെ നിങ്ങളൊരു ആക്ഷേപം പറയുകയാണ്. ഇവിടുത്തെ PSC നിയമനത്തിന് കോഴയുണ്ട്, അതിൽ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തെ പോയി ഇന്നലെ പോയി മൊഴിയെടുത്തു കഴിഞ്ഞ പിന്നെ ഞങ്ങളെ തടവിൽ വെച്ചിട്ടുണ്ട് കാര്യം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ഇരുമ്പുമറ ഭേദിച്ച് പോലീസുകാർ പോയി മൊഴിയെടുത്ത് കഴിഞ്ഞല്ലോ. പിന്നെ മഞ്ജുഷ, ഞാനെന്ത് ഉത്തരം പറയാനാ? ഒരാൾ പറയുന്നു ഇരുമ്പുമറ, അത് നിയാസ്. പക്ഷെ ഒരു ഇരുമ്പുമറയില്ല, ഇന്നലെ തന്നെ പോയി മൊഴിയെടുത്തു പ്രതിപക്ഷ നേതാവ് സതീശൻ. ഇവർ തമ്മിൽ ആദ്യം തീർപ്പാക്കട്ടെ. ഇങ്ങനെ കള്ളം പറയാൻ ഇറങ്ങി തീർത്താൽ, തലയും വാലും ഇല്ലാതെ കള്ളം പറയാൻ ഇറങ്ങി തിരിച്ചാൽ ഈ ചർച്ച തന്നെ പരസ്പര വിരുദ്ധമല്ലേ? സതീശൻ പറയുന്നത് ഇരുമ്പുമറയില്ല, മൊഴി ഇന്നലെ തന്നെ എടുത്തു. നിയാസ് പറയുന്നത് മാഫിയ ഉണ്ടാക്കിയ ഇരുമ്പുമറ, അതുകൊണ്ട് മൊഴിയെടുക്കാൻ പറ്റുന്നില്ല. CPMന്റെ ഇരുമ്പുമറ, CPMന്റെ ഇരുമ്പുമറയില്ലെന്ന് മൊഴിയെടുത്തു എന്നല്ലേ സതീശൻ പറയുന്നത്. അപ്പൊ അവര് തമ്മിലൊരു തീരുമാനം ഇപ്പൊ തന്നെ പറയണം. പറഞ്ഞു ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കും. നേരം പുലരുന്ന് കരുതി വെളുക്കോളം കക്കാറങ്ങരുത്. CPMനെതിരെ എന്തു നുണ പറഞ്ഞാലും ചെലവാകുമെന്ന് കരുതി ചെലവാക്കാൻ ഇറങ്ങരുത്. ജനങ്ങൾ കാണട്ടെ. നിങ്ങൾ കാണിച്ചോ? ഇന്നലെ പോയി മൊഴിയെടുത്തല്ലോ, ഞങ്ങളാരും തടഞ്ഞിട്ടില്ലല്ലോ. സതീശൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെലവായല്ലോ. സതീശൻ അത് നിങ്ങളെ ചെലവാക്കിയത് എത്രത്തോളം നമുക്കറിയാവില്ല. അതൊക്കെ കാണാം. ഇതൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ
സതീശൻ ആരുടെ മൊഴിയെടുത്തു എന്നാണ് നിയാസ് പറയുന്നത്? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. സതീശൻ ആരുടെ മൊഴിയെടുത്ത കാര്യം ഇന്നലെ മൊഴിയെടുത്ത കാര്യമാണ് നിയാസ് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തീർപ്പാക്കുക, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. കൂടോത്ര കമ്മിറ്റിക്കാരങ്ങ് തീർത്താൽ മതി. നിയാസ് മറുപടി. നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറെ, ഇത് കുറേ കാലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. സിലിണ്ടർ കേസിൽ ഹൈക്കോടതി വിധി എന്തായിരുന്നു അനിൽകുമാറെ? രമേശ് ചെന്നിത്തലയെ തൂക്കിലിടാനാണെന്നോ വിധി? സിലിണ്ടർ കേസിൽ നിങ്ങൾ എന്തെല്ലാമായിരുന്നു പറഞ്ഞത്? ഈ അനിൽകുമാർ ആയിരുന്നല്ലോ പ്രധാനമായ ന്യായീകരണ തൊഴിലാളി, കൂടുതൽ റഹീമുണ്ടായിരുന്നു. എന്തായിരുന്നു വിധി? ബ്രൂവറി അഴിമതി കേസിൽ വിധി എന്തായിരുന്നു അനിൽകുമാറെ? മുഖ്യമന്ത്രിയെ അങ്ങ് വെള്ളപൂശിയിട്ടായിരുന്നു വിധി വന്നത്. എന്താ മിണ്ടാത്തത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെന്നൈയിൽ പോയി തലയിൽ മുണ്ടിട്ട് പോയത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ്. റദ്ദാക്കേണ്ടി വന്നല്ലോ അതാണ് പഴയ കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലമാണ്. പക്ഷേ റദ്ദാക്കിയല്ലോ ആ തീരുമാനം. റദ്ദാക്കേണ്ടി വന്നല്ലോ. ഞങ്ങൾ പിന്നോട്ട് പോകുന്നത് അഫിഡവിറ്റ് കൊടുത്തു. പിറകോട്ട് പോയി. നിങ്ങൾ നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. കേക്ക് ഞാൻ പറയട്ടെ, വെപ്രാളപ്പെടണ്ട എന്ന് അനിൽകുമാറെ. നിങ്ങള് വിരളി പിടിക്കണ്ട. നിങ്ങൾ വിരളി പിടിക്കേണ്ട. ഇനിയുള്ള 2 കൊല്ലം നിങ്ങൾ വിരളി പിടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഫിക്സ് ഇളകും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇനി വിരളി പിടിച്ച് ഫിക്സ് ഇളകും. അത് ന്യായീകരണ തൊഴിലാളികൾക്കൊക്കെ ഉണ്ടാകാൻ പോണ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ചെന്നൈയിൽ തലയിൽ മുണ്ടിട്ട് നിങ്ങളുടെ വീണമോള് പോയത് ഓർമ്മയുണ്ടല്ലോ. അല്ല, ഇദ്ദേഹം ആരാപ്പോ? പറയട്ടെ, ഞാൻ തൊഴിലാളിയാന്ന് പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് കേട്ടാ. പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള അഭിമാനമാണ് കേട്ടാ. ആയിക്കോട്ടെ. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങ് ഈ പണി നിർത്തരുത്. തുടരണം. അങ്ങനെ കേരളത്തിലെ 140 സീറ്റുകളിലും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിന് അങ്ങയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അങ്ങ് ഈ പണി തുടരണം. അങ്ങ് ഈ ന്യായീകരണം തുടരണം. ഞാനൊരു കാര്യം അനിൽകുമാറിനോട് പറയാം. അനിൽകുമാറെ, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ വീട്ടിൽ തീരുമാനിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ചെന്നൈയിൽ മോൻസൺ മാവുങ്കൽ അല്ലല്ലോ പോയത്. ചെന്നൈയിൽ നിങ്ങളെ പുന്നാര മകൾ വീണമോള് പോയല്ലോ. എന്തിനാ പോയത്? ഷോപ്പിങ്ങിന് പോയതായിരുന്നോ? എന്തിനാ പോയത്? അതെ, ഞങ്ങൾ ആരും വിളിപ്പിച്ചിട്ടല്ലോ പോയത്. തലയിൽ മുണ്ടിട്ട് പോയല്ലോ. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. രാഹുൽ കേസ് കോടതിയിൽ ഉണ്ടല്ലോ. അതിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ വലിയ പവിത്രതയുള്ള വലിയ സത്യത്തിന്റെ പ്രതീകമായി അമ്മയും കൂടെ പോയത് എവിടെയാ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞങ്ങൾ പോയല്ലോ. ഞങ്ങൾ തലയിൽ മുണ്ടിടാതെ പോയത്. ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പാകെ പോയത്. 50 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു. ഞങ്ങൾ പലയിൽ മുണ്ടിട്ട് ഒളിച്ചും പാത്തും പതുങ്ങിയും പോയില്ല. ഞങ്ങൾ പരസ്യമായിട്ടാ പോയത്. ജനങ്ങളുടെ സാക്ഷി നിർത്തി, മാധ്യമങ്ങളെ സാക്ഷി നിർത്തിയാ പോയത്. ഞങ്ങൾക്ക് ഒളിക്കാറൊന്നുമില്ല. ഒളിക്കാറുണ്ട്. CPM-ന് ഒരു എഡ്ജ് കിട്ടുന്നത് ഒരു പരാതിയും ഇല്ല, ഇനി തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള വെല്ലുവിളി അവർ നടത്തുന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച്, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ, അതും ചിലപ്പോൾ അനിൽകുമാർ നിഷേധിക്കുമായിരിക്കും. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇക്കാര്യം തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പരാതിയായിട്ട് കൊടുത്തതാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. ഇതും പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്. നിയാസ് ഇതിനോടുള്ള പ്രതികരണം താങ്കൾ പറഞ്ഞത്
ഒരുപാട് കടത്തിയാണ്. ഞാൻ പറഞ്ഞ പോലെ, എന്റെ പാർട്ടി പാർട്ടി തന്നെ ഇവരെ ഞാൻ തടങ്കലിൽ പറയുന്നത്. വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ താങ്കൾ എന്റെ കൊണ്ടുവന്ന് പാർട്ടി എന്ന് എത്തിച്ചത്. പറയുന്നത് അതായത് ഞാനല്ല പരാതി കൊണ്ടുവന്നത്. പുറത്തു വരാതിരിക്കാനെന്ന്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ രണ്ട് തട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തന്നെ അതിലൊരു വിഭാഗം ഇത് പുറത്തേക്ക് വിടുന്നു, ഒരു ഭാഗം ഇത് അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇത് പുറത്തേക്ക് വരുമല്ലോ നിയാസ്, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ അല്ലേ? അല്ല, റിയാസ് ഇന്നലെ പറഞ്ഞത് തുടർച്ചയായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അതിന്റെ കാരണം അറിയാമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി റിയാസ് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ റിയാസ് പറയട്ടെ, എന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം ആരോപണങ്ങൾ സത്യസന്ധമാണ്, ഇവിടെ ഒരു കോക്കസുമില്ല, ഇവിടെ കോക്കസ് ഇല്ലാത്ത നല്ല കമ്മിറ്റിയാണ് കോഴിക്കോട് നടക്കുന്നതെന്ന് റിയാസിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാൽ പോരാ അനിൽകുമാറെ? എന്തിനാ ഇങ്ങനെ ന്യായീകരിച്ച് കുഴപ്പമാവുന്നത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ, താങ്കൾ പറയുന്നത് അത് എങ്ങനെ ഒരു രീതിയാവുക? ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നു പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല, താങ്കളുടെ മന്ത്രി അത് പോട്ടെ, മരുമോനല്ല പൊതുമരാമത്ത് മന്ത്രി, മരുമോനല്ലാത്ത പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം പഴയ ഡിവൈഎഫ്ഐയുടെ നേതാവായ മന്ത്രി, ആ മന്ത്രി എന്തിനാ കോഴിക്കോട് പാർട്ടിയിൽ കോക്കസ് ഉണ്ടെന്ന് പറഞ്ഞത്? ഇനി കോക്കസ് ഇല്ല അത് പറഞ്ഞോട്ടെ, കോക്കസ് ഇല്ല, എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല, ടാർഗറ്റ് ചെയ്യുന്നത് പാർട്ടിക്കാരല്ല പറഞ്ഞോട്ടെ, ഞങ്ങൾ പ്രതിപക്ഷക്കാരാണ്, കോൺഗ്രസ്സുകാരാണ് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പിന്നെ മാജുഷ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ഇപ്പോൾ മാസപ്പടി പുറത്തു വന്നതുപോലെ ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. മാജുഷെ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഇപ്പൊ 22 ലക്ഷത്തിന് ഇപ്പൊ 25ആയി, ആ 40 ലക്ഷം വരെ അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് ഇന്ന് നിങ്ങൾ കൊടുത്തു തീർത്തിട്ട് അവരെ പുറത്തേക്ക് വിടൂ, അവരെ ജനങ്ങളൊന്ന് കാണട്ടെ. വേണ്ട, ഞങ്ങൾ ആരും കാണണ്ട, കുറച്ച് മാധ്യമപ്രവർത്തകർ അവരോടൊന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ടാക്ക്. കേരളത്തിലെ പോലീസ് തെറ്റ് ചെയ്തിട്ടില്ല, കേരളത്തിലെ നിങ്ങളുടെ മന്ത്രി തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ പാർട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കള്ള ആരോപണം കോൺഗ്രസ്സുകാർ ഒരു വനിതാ ഡോക്ടർക്കെതിരെ, വനിതാ ഡോക്ടറുമായി ബന്ധപ്പെട്ട് പറയുന്നു, ആ വനിതാ ഡോക്ടറെ നിങ്ങളെ പോലീസ് കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കൂ. എന്നിട്ട് നിങ്ങൾ അവിടെ ചുറ്റും ഇരുമ്പ് മറ വെച്ച് അവർ 4 ചോദ്യം ചോദിക്കട്ടെ. എന്തേ നിങ്ങൾക്ക് പേടി? എന്താ നിങ്ങൾക്ക് ഇതിൽ മുട്ടി വിറയ്ക്കുന്നത്? പറയൂ. പ്രൊഫസർ എ ജി ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PSC കോഴ CPM-ഉം സർക്കാരും പറയുന്നത് വിശ്വസനീയമോ? അതെ എന്ന് 17% പ്രേക്ഷകർ, അല്ല എന്ന് 80%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.